ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഈ ദിവസം ആരംഭിക്കാം. 119 സങ്കീർത്തനം 24 വചനം പറയുകയാണ്, അങ്ങയുടെ കൽപ്പനകളാണ് എൻ്റെ ആനന്ദം, അവയാണ് എനിക്ക് ഉപദേശം നൽകുന്നത്. സങ്കീർത്തകൻ്റെ വലിയൊരു ബോധ്യമാണ് അവൻ്റെ ജീവിതത്തിൻ്റെ ആനന്ദം ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ നിയമങ്ങളാണ്, ദൈവത്തിൻ്റെ കൽപ്പനകളാണ്. അവൻ്റെ ജീവിതത്തെ നയിക്കുന്നതും ഗൈഡ് ചെയ്യുന്ന ദൈവത്തിൻ്റെ കൽപ്പനകളാണെന്ന് സങ്കീർത്തങ്ങൾ വിളിച്ചു പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനം നമ്മളിന്ന് വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉപദേശവും ആനന്ദവുമായി മാറുന്ന ദൈവവചനമാണ്. വചനത്തിന് മാംസം ധരിച്ച പരിശുദ്ധ അമ്മ പുത്രനോട് ചേർന്ന് ആയിരുന്നു. കാൽവരി കുരിശിൽ പുത്രൻ പിടഞ്ഞു മരിക്കുമ്പോൾ കാൽവരിയുടെ യാഗത്തിൽ ഒരു സാന്നിധ്യമായി പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു. ജീവിതത്തിൻ്റെ ഓരോ തലങ്ങളിലും വചനത്തോടൊപ്പം വ്യാപരിച്ച, വചനത്തിന് മാംസം ധരിപ്പിക്കപ്പെട്ട, ജീവിതം മുഴുവൻ തിരുവചനത്തിനായി അർപ്പിക്കപ്പെട്ട പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മളുമായിരിക്കുമ്പോൾ നമുക്ക് ഇന്നേ ദിവസം തിരുവചനത്തോട് ചേർന്ന് ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും പറ്റട്ടെ. നമ്മുടെ ജീവിതത്തിന് വചനം ആനന്ദം പകരട്ടെ, നമ്മുടെ ജീവിതത്തിന് വചനം ഉപദേശം പകരട്ടെ. അതായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും നമുക്ക് ശക്തിയും ബലവുമായി മാറേണ്ടത്. ഇന്ന് ജീവിതത്തിൻ്റെ മുമ്പിൽ പതറി നിൽക്കുന്ന യുവജനങ്ങൾക്ക്, കുടുംബജീവിതം തകർച്ചകളുമായി പതറി നിൽക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് കർത്താവിൻ്റെ വചനം വലിയ ഉപദേശം നൽകട്ടെ. ആ തിരുവചനം അവർക്ക് ആനന്ദമായി മാറട്ടെ, ജീവിതത്തിൻ്റെ വഴിയായി മാറട്ടെ. നമുക്കതിനായിട്ട് ആഗ്രഹിക്കാം. കർത്താവിൻ്റെ തിരുവചനത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം.